ക്രിക്കറ്റ് ജയിച്ചെത്തിയ ചാമ്പ്യന്മാരായെത്തിയ സ്വന്തം ടീം അംഗങ്ങൾക്ക് ആശംസ നേരാനെത്തിയ ആളുകൾ 11 ആരാധകർ പുറത്ത് ശ്വാസം മുട്ടിയും തിക്കിലും തിരക്കിലും ഇട്ട് മരിക്കുമ്പോൾ അകത്ത് ആഘോഷം നടക്കുന്നു എന്നുള്ള ലജ്ജാവഹമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായത് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. അത്രമാത്രം ആരാധകരുടെ പിന്തുണ കൊണ്ടും ആരാധകരുടെ പെരുമാറ്റം കൊണ്ടും പക്വത കൊണ്ടും ശ്രദ്ധേയമാണ് IPL എല്ലാ കാലത്തും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ IPL മത്സരങ്ങൾ അനുഭവിക്കണമെന്ന് തന്നെ പറയുക കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള ആരാധകരിൽ 11 പേർ മരിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കാണിക്കാനോ പക്വമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ടീം അംഗങ്ങൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാണെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നു. MG മിഥുൻ ഇപ്പോൾ DK ശിവകുമാർ പറഞ്ഞതിലും ഞാൻ ഇനി ആശുപത്രിയിൽ പോയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നുള്ളതാണല്ലോ. അതായത് ആശുപത്രിയിലേക്ക് പോകുന്നതേ ഉള്ളൂ. അവിടെ ദുരന്തം നടന്ന പുറത്ത് അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം അവിടെ സ്റ്റേഡിയത്തിനുള്ളിലായിരുന്നു. സ്റ്റേഡിയത്തിനുള്ളിൽ അദ്ദേഹം ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രതികരണമൊക്കെ വരുമ്പോൾ ഈ ആരാധകരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സേഫാക്കി നിർത്താൻ കഴിയുന്നുണ്ടോ പോലീസിന്? എൽദോ, എത്രത്തോളം ലാഘവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഡെപ്യൂട്ടി CMന്റെ ഈ ഒരു പ്രതികരണവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നടപടിയും എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം നേരത്തെ വിധാൻസൗധയിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ ഈ ചോദ്യത്തിന് ആദ്യം ഈ ഒരു സംഭവം ഉണ്ടായത് സ്വാഭാവികമായി ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ മുൻകൂട്ടി തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഡെപ്യൂട്ടി CM ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറി കാണും. അത് മുൻനിൽക്കുമ്പോൾ പോലും തന്നെ താരങ്ങളെ അഭിനന്ദിക്കാനാണ് ആദ്യം അദ്ദേഹം ശ്രമിച്ചത്. പിന്നാലെ മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് മാത്രമായിരുന്നു അത് പരിശോധിക്കാൻ താൻ പോകുന്നു എന്ന് മാത്രം പറയുകയും ഒപ്പം തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇത്രയും അധികം ആളുകൾ വരുമെന്ന് കരുതിയില്ല, അത് മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടില്ല, താൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ പോയത് സ്റ്റേഡിയത്തിലേക്കാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ലാഘവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും വലിയ തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഒരുപക്ഷെ എവരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും ആളുകളെ സമീപത്തുള്ള 2 ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു, 50-ലധികം പേർക്ക് വലിയ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം, 11ഓളം പേർക്ക് ജീവഹാനി സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ വേളയിൽ അദ്ദേഹം നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ടീമംഗങ്ങളെ ഹോട്ടലിൽ ചെന്ന് അവിടെ നിന്ന് അദ്ദേഹം ടീമംഗങ്ങൾക്കൊപ്പം ഈ സ്റ്റേഡിയത്തിലേക്കായിരുന്നു ആദ്യം വന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അവിടെ ടീമംഗങ്ങൾക്കൊപ്പം ട്രോഫി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു ദുരന്തം പുറത്ത് നടക്കുമ്പോൾ പോലും തന്നെ ആഘോഷത്തിൽ ഏർപ്പെടുകയാണ് ഡെപ്യൂട്ടി CM DK ശിവകുമാർ ചെയ്തത് എന്നുള്ളത് തന്നെ. അത്രത്തോളം അപക്വമായിട്ടുള്ള ഒരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. സ്വാഭാവികമായി ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ BJP വ്യക്തമാക്കിയത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ്, സർക്കാർ വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം മുൻകൂട്ടി കാണേണ്ടതായിരുന്നു ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുമെന്ന്. കാരണം വലിയ വിജയ ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് പേർ ഇവിടേക്ക് എത്തുമെന്ന് മുൻകൂട്ടി കാണേണ്ടത് ഇന്റലിജൻസിന്റെ ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കാം. ഒപ്പം തന്നെ നമുക്കറിയാം എൽദോ, സ്വാഭാവികമായും കൊച്ചിയിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം നടക്കുമ്പോൾ എത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഏകദേശം 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഒരു കൊച്ചിയിൽ നടക്കുന്ന ഒരു ചെറിയ മത്സരത്തിൽ പോലും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരത്തിൽ പോലും അത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു വേളയിലാണ് ഇത്രയും വലിയ വിജയാഘോഷം നടക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിനും ആ സമീപത്തും ലക്ഷക്കണക്കിന് ആരാധകർ എത്തുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് അവിടെ ഡിപ്ലോയ് ചെയ്തെന്നുള്ള ഏറ്റവും അത്രത്തോളം ലാഘവത്തോടെയായിരുന്നു ഈ ഒരു സംഭവത്തെ അവർ കണ്ടത് എന്ന് നമുക്ക് നിശ്ചയമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ സുരക്ഷാ വീഴ്ച അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇത് മുൻകൂട്ടി കാണാൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. സർക്കാർ ഒരു ഖേദപ്രകടനം കൊണ്ടോ അല്ലെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ടോ ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഇല്ലാതാകുന്നില്ല. അതിനെന്ത് മറുപടിയാണ് ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഡെപ്യൂട്ടി CMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഒരു നടപടി അത് തികച്ചും ഖേദകരമാണ്. വളരെ അപക്വമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഒരു നടപടി എന്ന് നമുക്ക് വേണം കരുതാൻ. അദ്ദേഹം വലിയൊരു ദുരന്തം നടക്കുമ്പോൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അതിനു പകരം താരങ്ങൾക്കൊപ്പം സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ച് ഈ ഒരു ആഘോഷ പരിപാടികൾ തുടരുന്ന വളരെ ഖേദകരമായിട്ടുള്ള, വളരെ നാണം കെടുത്തുന്ന വളരെ ഒരു സംഭവവികാസം തന്നെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വശത്ത് വളരെ ദുരന്തം നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആരാധകർ ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുമ്പോൾ പോലും ഈ ഒരു ആഘോഷ പരിപാടികൾ നിർത്തലാക്കാൻ സാധിക്കാതെ ആഘോഷ പരിപാടികൾ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനോടൊപ്പം നിലനിൽക്കുന്നത്. അത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു സംഭവത്തെ അവർ നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഉദാഹരണത്തോടെ നമുക്ക് മനസ്സിലാകുന്നത്. എൽദോ, BJP ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇതിൽ അക്കൗണ്ടബിലിറ്റി വേണം സംസ്ഥാന സർക്കാരിന് എന്നുള്ളതാണ്. ദുരന്തം വരുത്തിവെച്ചത് ആണ് എന്നുള്ള പരാമർശം നടത്തുന്നു. പൂർണ്ണമായിട്ടും ഇതിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് സംശയമില്ല സംസ്ഥാന സർക്കാരിന്. കാരണം അത്രമാത്രം വലിയ തോതിൽ ആരാധകർ എത്തിച്ചേരുമെന്ന് ഉറപ്പായിരുന്നു. മാത്രമല്ല ഇത്തരത്തിലൊരു ഓപ്പൺ പരേഡിന് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പോലും ആദ്യം തന്നെ പോലീസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. വലിയ തോതിൽ ആരാധകരുണ്ടാകും. അത്തരത്തിൽ ആരാധകരുള്ളപ്പോൾ ഈ ആരാധകർക്കും ഒപ്പം ടീം അംഗങ്ങൾക്കുമുള്ള സുരക്ഷ ഒരുക്കുക പ്രയാസകരമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം പോലീസ് കൈമാറിയതായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും ഡെപ്യൂട്ടി CM പറഞ്ഞത് ഐ ഡോണ്ട് ബ്ലെയിം മൈ പോലീസ്മെൻ എന്ന്. പോലീസുകാരെ കുറ്റം പറയുന്നില്ല, അവർ അവരുടെ പരമാവധി ചെയ്തു എന്നാണ് ഡെപ്യൂട്ടി CM DK ശിവകുമാറിന്റെ പരാമർശം. എന്താണെങ്കിലും